ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ഇറച്ചിപ്പൊടിൻ്റെ വീഡിയോ ആണ്. ഞാൻ ചിക്കൻ വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ എളുപ്പത്തിൽ ഉണ്ടാക്കാനും പറ്റും, അതേപോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സാധനം തന്നെ. അപ്പോൾ അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു കുക്കറിലേക്ക് ഒരു 2 മീഡിയം സൈസ് സവാള എടുത്തിട്ട് നൈസായിട്ട് അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ ഒരു തക്കാളി മുറിച്ചത് ഇട്ട് കൊടുക്കുക. പിന്നെ 1/2 ടീസ്പൂണോളം വെളുത്തുള്ളിയും 1/2 ടീസ്പൂണോളം ഇഞ്ചി പേസ്റ്റ് ചെയ്തതാണ്, അത് രണ്ടും കൂടെ ഇട്ട് കൊടുക്കുക. പിന്നെ അതിൻ്റെ ഒക്കെ തന്നെ 1 ടീസ്പൂണോളം ഗരം മസാലപ്പൊടി, 2-3 ഗ്രാമ്പ്, ഏലക്ക, പട്ട, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് 1/4 കപ്പ് ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കുക. അതും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് കുറച്ച് കറിവേപ്പില, എരിവിന് പറ്റിയിട്ടുള്ള ഒരു 3 പച്ചമുളക്, 1 ടീസ്പൂണ് മുളക് പൊടി, 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂണ് കുരുമുളക് പൊടി. ഇതെല്ലാം കൂടി അല്ലാണ്ട് പൊടി ഐറ്റംസ് ഒന്നും ഇതിൽ കൂടുതൽ വേണ്ട. ഇതെല്ലാം കൂടി ഇട്ട് ചിക്കനും കൂടെ കഴുകി വൃത്തിയാക്കി ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഇളക്കിയിട്ട് അതിനൊന്ന് ഫിസിലടിക്കാം. അപ്പോൾ ഇത് ചിക്കൻ ഇതിൽ ഫിസിലടിക്കാൻ വെച്ചത് ഞാൻ ഇതിലൊരു 3-4 ഫിസിലടുപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് നല്ലോണം വെന്ത് കിട്ടും 3-4 ഫിസിലടുപ്പിക്കുമ്പോൾ. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ കൈയോട് പിച്ചാനോ മിക്സിയിൽ ചതയ്ക്കാനോ അതിനൊന്നും നിൽക്കണ്ട. ഇങ്ങനെ ഒരു കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ ഉടക്കുമ്പോൾ തന്നെ ചിക്കനെല്ലാം നല്ലോണം ഉടഞ്ഞ് നല്ല പാകത്തിന് തന്നെ കിട്ടിക്കോളും. അപ്പോൾ ഞാൻ ഇങ്ങനെ ആക്കിയതിന് ശേഷം ഞാൻ ഇതൊന്ന് മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്കൊരു അരപ്പ് റെഡിയാക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ 1/2 മുറി തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. 1/2 മുറി ചതച്ച തേങ്ങയിലേക്ക് 1 ടീസ്പൂണോളം പെരിഞ്ജീരകം, 2 പച്ചമുളക്, കുറച്ച് കറിവേപ്പില, ഇതെല്ലാം കൂടി ഇട്ട് കുറച്ച് വെള്ളവും കൂടെ വെച്ചിട്ട് നല്ലോണം ഇത് അരച്ചെടുക്കുക. അരച്ചിട്ടൊരു തരി പോലെ അരച്ചെടുക്കണം. നല്ല തീരെ നൈസായിട്ട് ഇത് അരച്ചെടുത്തുകൂടാ, അപ്പോൾ ഇതിനത്ര ടേസ്റ്റ് ഉണ്ടായില്ല. ഇത് അരച്ചെടുത്തതിന് ശേഷം നമ്മൾ ഈ ചിക്കൻ്റെ മിക്സിയിലേക്ക് കറിയാക്കിയിട്ട് വെച്ചിട്ടില്ലേ, ആ മിക്സിയിലേക്ക് ഈ അരപ്പിനൊന്ന് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നല്ലോണം ഒന്ന് ഇളക്കിയിട്ട് ചെറിയ തീയിലിട്ടിട്ട് ഇതിനൊന്ന് തിളച്ച് കുറുവാൻ വേണ്ടിയിട്ട് വെക്കുക. അപ്പോൾ നമുക്ക് ഇതിനുള്ള മറ്റേ കുഞ്ഞി കടുമ്പ് റെഡിയാക്കണം, കുഞ്ഞിപ്പത്തിരി എന്നെല്ലാം പറയും, അത് റെഡിയാക്കണം. അത് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാത്രത്തിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ 1/2 കപ്പ് വെള്ളത്തിന് 1 കപ്പ് പൊടിയാണ് എടുക്കുന്നുള്ളത്. അപ്പോൾ നമ്മൾ കാസർഗോഡ് നിന്നെല്ലാം കൊണ്ടുവരുന്ന പൊടിക്ക് പിന്നെ തിളപ്പിക്കേണ്ട ആവശ്യമില്ല, പച്ചവെള്ളത്തിൽ തന്നെ കുഴച്ചാൽ മതി. എന്നിട്ട് ആ വെള്ളത്തിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഒരു 1.5 ടേബിൾ സ്പൂണോളം ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കുക. അത് നമുക്കിത് വിട്ടിട്ടായിട്ട് കുഴയ്ക്കാൻ വേണ്ടിയിട്ട് നല്ല എളുപ്പം പറ്റും. അങ്ങനെ വെള്ളം നല്ലോണം തിളച്ചതിന് ശേഷം ഇതിലേക്ക് ആ 1 കപ്പ് പൊടിയും കൂടെ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഈ പൊടി ഇടുന്നതിന് മുന്നേ ഇതിലേക്ക് തേങ്ങ ഇതിൽ വേണമെന്നുള്ളവർക്ക് തേങ്ങ ഇട്ട് കൊടുക്കുക. ഞാൻ തേങ്ങ ഇടാണ്ടാന്നാക്കൽ. അപ്പോൾ ഇതും കൂടെ ഇട്ട് കൊടുത്തിട്ട് നല്ലോണം പാകം കിട്ടി. അപ്പോൾ തീ കുറച്ചിട്ട് വേണം ഈ പൊടീനെ നമുക്ക് ഇതാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് തീ ഓഫ് ചെയ്തിട്ട് ഇതേപോലെ ആ സമയത്ത് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കുക. എന്നിട്ട് ചെറിയ കുഞ്ഞു കടുമ്പാക്കിയിട്ട് നമുക്കിതൊന്ന് സ്റ്റീമറിൽ വെച്ചിട്ട് ആവിയേറ്റി എടുക്കണം. ഞാനിത് ഇതേപോലത്തെ അളവിലാണ് ഇത് എല്ലാം ആക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് ആവിയേറ്റിയിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതൊരു 10-15 മിനിറ്റോളം ഇത് കയറ്റിയിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ എന്നിട്ട് നമുക്ക് ഈ നമ്മൾ റെഡിയാക്കി വെച്ച ചിക്കൻ്റെ മിക്സിയിൽ, അപ്പോൾ അത് ചെറിയ തീയിൽ വെച്ചിട്ട് ഞാൻ തിളപ്പിച്ചുകൊണ്ട് തന്നെ ഉണ്ടായി, നല്ലോണം കുറുകി വറ്റി വന്ന്. അപ്പോൾ ഈ കുഞ്ഞിക്കടുമ്പിനെ ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുക. എളുപ്പ പണിയാണ്, നല്ല ടേസ്റ്റ് സാധനമാണ്. ഇത് ഇഷ്ടപ്പെടാത്തവർ ആരും ഉണ്ടായില്ല എന്ന് തോന്നുന്നു. ഇത് മുളകിലുണ്ടാക്കുന്നവരുണ്ട്. മുളകിലുണ്ടാക്കുന്നതിനേക്കാളും ഒന്നും കൂടെ ടേസ്റ്റാണ് തേങ്ങ അരച്ചിട്ട് ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾ അറിയാത്തവരുണ്ടെങ്കിൽ എന്തായാലും വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.